അമ്മേ ഇതെവിടുന്നാ നീ ഇത്ര ആഭരണങ്ങളൊക്കെ ആയിട്ട്? വല്ല ഫാൻസി കടയിലും കയറി വാങ്ങിയതാണോ? അതൊന്നുമല്ല അമ്മേ, ഇത് എനിക്ക് മുരളിയേട്ടൻ തന്നതാ. ഇത് മുഴുവനുണ്ടല്ലോ ചിത്ര ചേച്ചിയുടെ ആഭരണങ്ങളാ. ചിത്രയുടെ ആഭരണങ്ങളോ? നീ എന്തായി പറയുന്ന മണിക്കുട്ടി? അവരുടെ വീട്ടിൽ എല്ലാരും അറിഞ്ഞിട്ടാണോ ഇത്? അറിഞ്ഞപ്പോ തൊട്ട് വീട്ടില് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്ത് പ്രശ്നം? മുരളിയേട്ടനുണ്ടല്ലോ, നീ എന്തായി പറയുന്നേ? മുരളീകൃഷ്ണൻ നിനക്ക് വേണ്ടി ശ്വേതയെ തല്ലിയെന്നോ? എന്റെ ഭഗവാനെ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇരിക്കട്ടെ, ആ ആഭരണമൊക്കെ ഊരി സൂക്ഷിച്ചു വെക്കിപ്പോ. അമ്മേ എന്താ? ഇന്ന് ശ്വേത ചേച്ചി ദേഷ്യപ്പെട്ട് മുരളിയേട്ടന്റെ കൈ നടി വാങ്ങിയത് കണ്ടപ്പോ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി. അതുകൊണ്ട് ഞാനൊന്ന് അങ്ങോട്ട് ചെന്ന് ശ്വേത ചേച്ചി ആശ്വസിപ്പിച്ചിട്ട് വരാം അമ്മേ. മണിക്കുട്ടി, മുരളിയല്ലേ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയേ? വീണ്ടും നീ അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അങ്ങനെയൊന്നുമില്ല, മുരളിയേട്ടൻ എന്നെ അറിയാവുന്നതല്ലേ. നീ എന്താ ശാരദ ആലോചിക്കുന്നേ? മണിക്കുട്ടി പോയിട്ട് വരട്ടെ. ശരി, പോയിട്ട് വാ. ഇവളെ കരയിപ്പിക്കാൻ ഒരു അവസരം നോക്കി നടക്കുക അവര്. അതിനിടയ്ക്ക് ഇവള് അവരുടെ ഗൂഢാലോചന മനസ്സിലാക്കാതെ തുള്ളിച്ചാടി നടക്കുക. ചേച്ചി, മുരളീകൃഷ്ണൻ വരുന്നുണ്ട്. ചിറ്റേ, എല്ലാവർക്കും എന്നോട് നല്ല ദേഷ്യമായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അന്നേരം നടന്ന സംഭവം എനിക്ക് പെട്ടെന്നുണ്ടായൊരു ദേഷ്യത്തിൻ്റെ പുറത്തുണ്ടായതാണ്. അത് മാത്രമല്ല, ശ്വേതയും ആവശ്യമില്ലാത്ത ഒരുപാട് ദേഷ്യപ്പെട്ടു. അനാവശ്യമായ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതുകൊണ്ടാ അങ്ങനെയെല്ലാം നടന്നേ. അതൊന്നും സാരമില്ലടാ. എന്റെ പൊന്നുമോൻ മുരളീകൃഷ്ണൻ ആരുടെയെങ്കിലും മുമ്പിൽ അപമാനത്തിനായി തലകുനിച്ച് നിൽക്കുന്നത് കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ മുരളീകൃഷ്ണൻ? നമ്മുടെ ശ്വേതയെ പൂർണ്ണ മനസ്സോടെ വിവാഹം കഴിക്കാനായിട്ട് നീ സമ്മതിച്ചു തന്നെയല്ലേ മുരളീകൃഷ്ണ? ചിറ്റ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? പിന്നെ ഞാൻ എന്താ ചോദിക്കണ്ടേ? എന്റെ അനിയൻ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയുന്നില്ലടാ. നിന്റെ ചിറ്റയാ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നത് കാണാൻ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലേ മോനെ? അയ്യോ ചിറ്റേ, ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കല്യാണത്തിന് എപ്പോഴേ സമ്മതിച്ചു കഴിഞ്ഞതാ. നീ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ മോൾ ഈ വീട്ടിൽ വന്നിട്ട് അനുഭവിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. മുരളി, ഞാൻ പറയുന്നോണ്ട് നിനക്ക് വിഷമം തോന്നരുത്. ഇപ്പോഴും നിനക്ക് ആ പൗർണമിയെ കല്യാണം കഴിക്കാൻ ആ താല്പര്യം എന്നാ നാട്ടുകാർ പറയുന്നത്. നമ്മൾ ഇനി എന്ത് ചെയ്താലും നാട്ടുകാർ പറയേണ്ടത് പറഞ്ഞോണ്ടിരിക്കും എന്ന് വെച്ച് നാട്ടുകാർ പറയുന്ന പോലെ നമ്മൾ ജീവിക്കണമെന്നില്ലല്ലോ. ശരി, തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ എന്റെ ചോദ്യത്തിന് മറുപടി പറ. ഇപ്പൊ നീ എവിടെ പോയിട്ട് വരിക? ക്ഷേത്രത്തിലേക്കും പോയി പിന്നീട് ബാങ്കിലേക്കും പോയി. ക്ഷേത്രത്തിലേക്ക് ആരുടെ കൂടെ പോയത്?
അത് മണിക്കുട്ടി ഉണ്ടായിരുന്നു കൂടെ. ചേച്ചി കേട്ടല്ലോ അല്ലേ? അതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ ചിറ്റെ, ഇവിടെ വീട്ടിൽ നടന്ന ഈ വിഷയങ്ങൾ കാരണം അവളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചായിരുന്നു. അതുകൊണ്ടാണ് അവളും അമ്പലത്തിലേക്ക് വന്നേ. മുരളി, നമ്മൾ കാണുന്ന പോലെയല്ല നാട്ടുകാർ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോ അവര് വായി തോന്നിയതൊക്കെ പറഞ്ഞു നടക്കും. അല്ലെങ്കിലേ ഇവറ്റകളുടെ വായടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലും കാരണവും കൂടെ കിട്ടിയാലോ? ഞാനൊന്ന് പറയട്ടെ, ആവശ്യമില്ലാതെ ഇവിടെ ഓരോന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. വെട്ടൊന്ന് മുറി രണ്ടെന്ന് എന്നോട് മുമ്പ് പറഞ്ഞതുപോലെ മുരളിയോടൊന്ന് പറഞ്ഞു നോക്ക്. അതെന്താണെന്നറിയോ മുരളി, ഇപ്പൊ നീ വരുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ സംസാരിക്കായിരുന്നേ. ഇനി മുതല് ശ്വേതയും ഞാനും ഇവിടെ തങ്ങണമെന്നുണ്ടെങ്കിൽ, ഞങ്ങളുമായിട്ടുള്ള ബന്ധം വേണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണ തീയതി ഫിക്സ് ചെയ്യണം. അതിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിപ്പോ തന്നെ മുഖത്ത് നോക്കി പറഞ്ഞേക്ക്. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയേക്കാം. എനിക്കിതല്ലാതെ വേറെ ഒരു വഴി അറിയില്ല മോളെ. നിന്റെ ഈ അവസ്ഥ കണ്ടോണ്ടിരിക്കാൻ അച്ഛന് കഴിയാഞ്ഞിട്ടാ. അതെ മോനെ മുരളി, ഞാൻ പറഞ്ഞ കാര്യത്തിന് നീ ഇപ്പൊ തന്നെ ഒരു മറുപടി പറയണം. ഇതെന്താ നിങ്ങളിങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ കല്യാണത്തിന് സമ്മതമാണെന്ന്. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? നിങ്ങൾ തീരുമാനിച്ച ഡേറ്റിന് കല്യാണം നടക്കണം, അത്രയല്ലേ ഉള്ളൂ. ചിറ്റയോട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും. എന്താടാ സുകുമാര, നിനക്കിപ്പോ സന്തോഷായില്ലേ? മുരളി, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ആ പൗർണമി നിന്നെ കല്യാണം കഴിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ നിന്റെ പുറകെ നടക്കുന്നുണ്ട്. നിന്നെ കിട്ടില്ല എന്നറിഞ്ഞപ്പോ വിഷം കുടിക്കാൻ വരെ മടി കാണിക്കാത്തോളാ. ഒരിക്കലുമില്ല. ഇനി ഒരിക്കലും മണിക്കുട്ടി അങ്ങനെ ചെയ്യില്ല. ദേവിയുടെ മുമ്പിൽ വെച്ച് അവൾ എന്നോട് സത്യം ചെയ്തതാ. ഞാൻ പറയാൻ വന്നത് അതല്ല മുരളി. എത്രയൊക്കെ സത്യം ചെയ്ത് തന്നു എന്ന് പറഞ്ഞാലും മനസ്സിനുള്ളില് നമ്മുടെ സ്ഥാനം പോയല്ലോ എന്നോർത്ത് ശ്വേതയെ കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടായ അത് എൻ്റെ മോളെയല്ലേ ബാധിക്കുക. അതുകൊണ്ട് കല്യാണം കഴിയുന്നതുവരെ പൗർണമി ഇങ്ങോട്ട് വരാതിരുന്ന അതാണ് എല്ലാവർക്കും നല്ലതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ തീരുമാനിച്ച ഡേറ്റ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചില്ലേ? അതിൽ കൂടുതൽ എന്താ വേണ്ടേ? എന്തിനു വെറുതെ ആവശ്യമില്ലാതെ അവളുടെ കാര്യത്തിൽ ഇടപെടുന്നേ? അവൾ ഈ വീട്ടിൽ വന്നാൽ തന്നെ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. അവള് വരുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആയതുകൊണ്ടാ പ്രശ്നമെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ രണ്ടുപേരുടെയും നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്ക. മണിക്കുട്ടി വെറും പാവാ. ഇനി ദയവ് ചെയ്ത് അവളെ പറ്റി സംസാരിക്കണം. അപ്പൊ ശ്വേത എന്താ പാവല്ലേ? എന്താ മുരളി നീ എന്റെ മോളുടെ കാര്യം ആലോചിക്കാത്തെ? അതിന് ശ്വേതയും മണിക്കുട്ടിയും തമ്മിൽ എന്താ ബന്ധം? മണിക്കുട്ടി ഇവിടെ വരുന്നോണ്ട് ശ്വേതയ്ക്ക് എന്താ പ്രശ്നം? ഇങ്ങോട്ട് നോക്ക്. മണിക്കുട്ടിയെ പറ്റി ശത്രു പോലും മോശമായിട്ട് പറയില്ല. അങ്ങനെയുള്ള അവള് എന്റെ ഒരു നല്ല കാര്യത്തിന് എതിരായിട്ട് നിൽക്കൂ? ഞാൻ നിങ്ങളോട് താണപേക്ഷിക്കുക, ദയവ് ചെയ്ത് മണിക്കുട്ടി ഇതിന്റെ ഇടയ്ക്ക് വലിച്ചഴക്കരുത് പ്ലീസ്. മുരളിയേട്ടാ, മണിക്കുട്ടി, എനിക്ക് വേണ്ടി മുരളിയേട്ടൻ കഷ്ടപ്പെട്ടതൊക്കെ മതി. ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നതിന് വേണ്ടി മുരളിയേട്ടൻ എന്തിനാ ഇവരുടെയൊക്കെ കാല് പിടിക്കുന്നേ? ഒരൊറ്റ വാക്ക് മതി. വരണ്ടെന്ന് പറഞ്ഞാ പിന്നെ ഞാൻ ഈ ഭാഗം തിരിഞ്ഞു നോക്കില്ല. ശ്വേത ചേച്ചി പാവാ മുരളിയേട്ടാ. ശ്വേത ചേച്ചിയെ മുരളിയേട്ടനെ സമാധാനിപ്പിക്കണ്ടേ, സങ്കടപ്പെടുത്തരുത്. ഞാൻ പോവാണേ. നിക്കേ.
എന്താ മണിക്കുട്ടി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നേ? ഇത് അവസാനമല്ല മുരളിയേട്ടാ. ഇനി ഇതൊക്കെ മറന്ന് പുതിയൊരു ജീവിതം ജീവിക്കാനുള്ള തുടക്കമായിട്ട് ഞാനിതൊക്കെ കരുതിക്കോളാം. ഞാൻ എവിടെയാണെങ്കിലും ശരി, എന്റെ മനസ്സ് ഉറപ്പായിട്ടും ഇവിടെ തന്നെ ആയിരിക്കും മുരളിയേട്ടാ. പക്ഷെ സത്യമായിട്ടും ഞാനൊരു കാര്യം പറയാ, ഒരിക്കലും ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും മുരളിയേട്ടനും ശ്വേത ചേച്ചിയും നന്നായിരിക്കരുതെന്ന് വിചാരിച്ചിട്ട് പോലുമില്ല. എന്റെ ശരീരത്ത് ജീവൻ ഉള്ളിടത്തോളം കാലം അങ്ങനൊന്നും ഞാൻ ചിന്തിക്കേയില്ല. ചേച്ചി, എന്താ ശ്വേത, എഴുന്നേക്ക്. എഴുന്നേക്കാൻ പറഞ്ഞില്ലേ? എന്തീ കാണിക്കുന്നേ? എന്നോട് ക്ഷമിക്കും മുരളിയേട്ടാ, ഞാൻ ദേഷ്യപ്പെട്ടത് തെറ്റ് തന്നെയാണ്. അതൊന്നും സാരമില്ല. ഇനി അത് തൽക്കാലം നമുക്ക് മറക്കാം. മോനെ മുരളി, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ നാളെ ഒരു നല്ല ദിവസം ആയതുകൊണ്ട് ഇനിയധികം മുന്നോട്ട് പോവാതെ നിശ്ചയത്തിനുള്ള ഏർപ്പാടുകൾ നമുക്ക് ചെയ്താലോ? ജോത്സ്യരെ കണ്ട് നമുക്ക് ഉടനെ തന്നെ കല്യാണ തീയതിയും കുറിപ്പിക്കാം. ശ്വേത, എന്താ മോളെ, ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? ഈശ്വര, എന്റെ മോളൊന്ന് ചിരിച്ചു കണ്ടല്ലോ, ഇപ്പോഴാ എനിക്ക് മനസ്സമാധാനമായത്. മുരളിയേട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. എന്റെ മഹാമായ, നിനക്ക് കണ്ണു കാണാൻ പറ്റുന്നില്ലേ? എന്റെ ഈ കുഞ്ഞിനെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്താ അമ്മ ഇത്? എന്തിനാ ഇപ്പൊ ഇങ്ങനെ കരയുന്നേ? കരയാതിരിക്കെ. നേരം കാലം നോക്കാതെ ആ വീടിന് വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ മോള്. നീ അങ്ങോട്ട് വരാൻ പാടില്ലെന്നും പറഞ്ഞ അവര് വിലക്കുകയാണെങ്കിൽ അവൾക്ക് എങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയും? നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ചിത്ര ചേച്ചി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അങ്ങനെ വിടില്ലായിരുന്നല്ലോ. മുരളിയേട്ടനെ എതിർത്ത് ചോദ്യം ചോദിക്കില്ലായിരുന്നു. മുരളിയേട്ടാ, ചിത്ര ചേച്ചി എത്തി. ആരാന്ന് അവിടെ വിചാരം? ചിത്രയുടെ അടിമക്കാരി. ആ പറഞ്ഞത് ശരിയാ പുഷ്പലത. ഇവളെ എന്ത് പറഞ്ഞ ഒന്ന് നടക്കുക. ചിത്രയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇവളാ. ഇതൊക്കെ അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കി വിട്ടൂടെ? മുരളിയേട്ടാ. അമ്മായി, ചിത്ര ചേച്ചി എവിടെ? മുരളിയേട്ടൻ എവിടെ? എന്താ ഇപ്പൊ വിശേഷിച്ച്? എന്തിനു വേണ്ടി അവരെ കാണുന്നേ? അമ്പലത്തിൽ പോയിട്ട് വരിക. അവരുടെ രണ്ടുപേരുടെയും പേരിൽ അർച്ചന ചെയ്ത് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊടുക്കാൻ വേണ്ടിയാ. ഓഹോ, അപ്പൊ ഞങ്ങളാരും നിന്റെ മനസ്സിലില്ല അല്ലേ? മുരളീകൃഷ്ണൻ പുറകിലിരിക്കണ്ട്.
ഏയ് ചിത്രേ, എന്താ ഇത്? ഷേവ് ചെയ്തോണ്ടിരിക്കാന്ന് അറിയില്ലേ? കൈയെടുക്ക്, കൈയെടുക്ക് ചിത്രേ. ചിത്ര പറയുന്ന കേക്ക്. ഷേവ് ചെയ്തോണ്ടിരിക്കുമ്പോഴാ കളിക്കുന്നവൾ. കളിപ്പിച്ചില്ലേ? നീയായിരുന്നു. ഞാൻ ചിത്രയാണെന്നാ വിചാരിച്ചേ. എടി പൗർണമി, ഇത്രയ്ക്ക് പോലും ബോധമില്ലേ നിനക്ക്? അവിടെ നിന്ന് കിടുങ്ങാതെ ഇങ്ങോട്ട് വാടി. എന്തിനാ നീ കരയുന്നേ? ചിറ്റേ, എന്തിനാ അവളെ വഴക്ക് പറയുന്നത്? അവള് ചുമ്മാ തമാശക്ക് ചെയ്തല്ലേ. നീ ഒന്നും പറയാൻ നിക്കണ്ട മുരളി. ഏയ് ചിത്രേ, എന്താ ഇത്? ഷേവ് ചെയ്തോണ്ടിരിക്കാന്ന് അറിയില്ലേ? കൈയെടുക്ക്, കൈയെടുക്ക് ചിത്രേ. ചിത്ര പറയുന്ന കേക്ക്. ഷേവ് ചെയ്തോണ്ടിരിക്കുമ്പോഴാ കളിക്കുന്നവൾ. കളിപ്പിച്ചില്ലേ? നീയായിരുന്നു. ഞാൻ ചിത്രയാണെന്നാ വിചാരിച്ചേ. എടി പൗർണമി, ഇത്രയ്ക്ക് പോലും ബോധമില്ലേ നിനക്ക്? അവിടെ നിന്ന് കിടുങ്ങാതെ ഇങ്ങോട്ട് വാടി. എന്തിനാ നീ കരയുന്നേ? ചിറ്റേ, എന്തിനാ അവളെ വഴക്ക് പറയുന്നത്? അവള് ചുമ്മാ തമാശക്ക് ചെയ്തല്ലേ. നീ ഒന്നും പറയാൻ നിക്കണ്ട മുരളി. അവള് മനഃപൂർവ്വം ചെയ്തതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ല. എടി, ഇപ്പൊ തന്നെ നിന്റെ തുണി സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ നോക്ക്. ഒന്നും പറയില്ലെന്ന് കരുതി തലേ കയറാൻ നിക്ക. ഇല്ലമ്മായി, അത് ഞാൻ ചിത്ര ചേച്ചി. മണിക്കുട്ടി, എന്താ പറ്റിയ മോളെ? നീ എന്തിനാ ഇപ്പൊ കരയുന്നേ? എന്താന്ന് പറ. ഞാൻ മുരളിയേട്ടന്റെ അടുത്ത് കളിച്ചതിന് അമ്മായി എന്നെ. ചിത്രേ, അധികമായാൽ അമൃതും വിഷമാണ്. മുരളിയുടെ അടുത്തുള്ള ഇവളുടെ ആട്ടവും കുടുങ്ങലും ഒക്കെ കൂടുന്നുണ്ട്. ഇതൊന്നും അത്ര നല്ലതിനല്ല. മുരളിയുടെ പുറകിൽ ചെന്ന് കണ്ണു പൊത്തിപ്പിടിച്ച് കളിക്കാനുള്ള പ്രായം ഇത്. ഇതൊന്നും അനുവദിക്കാൻ പറ്റില്ല. എന്താ അമ്മായി ഈ പറയുന്നേ? ഇവള് കൊച്ചു കുട്ടിയല്ലേ, ഇവളെ ഇങ്ങനൊക്കെ പറഞ്ഞു. നിനക്ക് അറിയാഞ്ഞിട്ടോ ഈ പ്രായത്തില് നമ്മളൊക്കെ വിളഞ്ഞ ബുദ്ധിയാ ഇവർക്ക്. കണ്ടില്ലെന്ന് നടിച്ചാ പിന്നെ മുരളിയുടെ കൂടെ ഇവളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഞാൻ പറയുന്നത് നിന്റെ നല്ലതിനാ, അത് മനസ്സിലാക്കി. വേണ്ടാത്തതൊന്നും പറയല്ലേ അമ്മായി. ഇവൾ എനിക്ക് എന്റെ അനിയത്തിയെ പോലെയാ. നമ്മുടെ ഈ വീട്ടില് എനിക്കുള്ള എല്ലാ അവകാശങ്ങളും അവൾക്കും ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്ന് മാത്രം. ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടം. എന്തായിട്ടാ ഇത്? അമ്മായി വിവരമില്ലാതെ എന്തോ പറഞ്ഞെന്ന് വെച്ച് ഏട്ടനെന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ. ഞാൻ പറയുന്നതിന് മുമ്പ് എന്നെ ചിറ്റ വഴക്ക് തുടങ്ങി. കൊള്ളാം. മണിക്കുട്ടി വിഷമിക്കണ്ട, വന്നേ. കരയല്ലേ മണിക്കുട്ടി, കരയാതിരുന്നേ. കരയല്ലേ മോളെ. നീ എന്തിനാ ഇപ്പൊ കരയുന്നേ? ചേച്ചിയല്ലേ പറയുന്നേ. അമ്മായി എന്തോ ആലോചിക്കാതെ പറഞ്ഞതായിരിക്കും. അതോർത്ത് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്താ കഴിക്കാൻ വേണ്ടേ? മണിക്കുട്ടി, അങ്ങനൊന്നും പറയാൻ പാടില്ല. എന്തായിട്ടാ ഇത്? അമ്മായി വിവരമില്ലാതെ എന്തോ പറഞ്ഞെന്ന് വെച്ച് ഏട്ടനെന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ. ഞാൻ പറയുന്നതിന് മുമ്പ് എന്നെ ചിറ്റ വഴക്ക് തുടങ്ങി. കൊള്ളാം. മണിക്കുട്ടി വിഷമിക്കണ്ട, വന്നേ. കരയല്ലേ മണിക്കുട്ടി, കരയാതിരുന്നേ. കരയല്ലേ മോളെ. നീ എന്തിനാ ഇപ്പൊ കരയുന്നേ? ചേച്ചിയല്ലേ പറയുന്നേ. അമ്മായി എന്തോ ആലോചിക്കാതെ പറഞ്ഞതായിരിക്കും. അതോർത്ത് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്താ കഴിക്കാൻ വേണ്ടേ? മണിക്കുട്ടി, അങ്ങനൊന്നും പറയാൻ പാടില്ല. നിന്നോട് ഞാൻ കരച്ചില് നിർത്താനല്ലേ പറഞ്ഞത്. എന്നാ ഞാൻ നിന്നെ ഇപ്പൊ ചിരിപ്പിക്കട്ടെ? ചിരിപ്പിക്കട്ടെ, ചിരിപ്പിക്കട്ടെ. മുരളിയേട്ടാ, എന്തേ സമാധാനപ്പെട്ടോ? ഒരു വിധത്തിലാ മുരളിയേട്ടയുള്ള ഞാനൊന്ന് സമാധാനിപ്പിച്ചെടുത്തത്. ചിത്ര ചേച്ചി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അതിനേക്കാളും എന്നെ സങ്കടപ്പെടുത്തിയത് എന്താണെന്നോ, ഞാൻ അവിടെ ചെന്നപ്പോ മുരളിയേട്ടൻ ഞാൻ അവിടെ വന്നു പോകുന്നതിനെ കുറിച്ച് അവരുടെ അടുത്ത് എതിർത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. മുരളിയേട്ടൻ അവരുടെ കാല് പിടിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നെ. എനിക്ക് വേണ്ടി മുരളിയേട്ടൻ
ശ്വേത ചേച്ചിയുടെ അച്ഛന്റെ കാല് പിടിക്കുന്ന കണ്ടപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ ചെയ്തത് തെറ്റാണോ മുത്തശ്ശി? അല്ല മണിക്കുട്ടി, അല്ല. ഇങ്ങോട്ട് നോക്ക്, നീ വിഷമിക്കൊന്നും വേണ്ട. ഇതിൽ നിന്നല്ല ഈശ്വരൻ നമ്മളെ രക്ഷിക്കും മോളെ.